let's introduce today's നാട്ടുകൂട്ടം. Hi Karan ചേട്ടാ, ജോയ് ചേട്ടാ, നാ ചേട്ടാ and സൗമ്യേച്ചി. ഒരു കാലഘട്ടം മുഴുവൻ അല്ലേ ഷോസ് ഒക്കെ ചെയ്ത് ഭയങ്കര ആരാധകരൊക്കെ ഉള്ള ബിഗ് ടൈം ആങ്കേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രം പോയി കുറച്ച് പൊക്കിക്കോ. പീരിയോഡിക്കൽ മൂവിയാണ് ഇപ്പോഴും അതെ ഇപ്പോഴും അതേപോലെ തന്നെ. പക്ഷെ ഇപ്പോഴും എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ, ഇപ്പം കുറേ ഫീൽഡ് ഉണ്ടല്ലോ. നീ ടി വിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റത് ടി വിയിൽ എന്ന് പറയുന്നതിൽ നിങ്ങളെ മാത്രം കണ്ടു വളരുന്നു. നിങ്ങളെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവരും ഹീറോസ്, എല്ലാവരും സ്റ്റാർസ് ആണ്. പക്ഷെ അന്ന് നിങ്ങളായിരുന്നു സ്റ്റാർസ്. ഞങ്ങൾ അഹങ്കാരികളായിരുന്നു. അല്ല എനിക്ക് കോമ്പറ്റീഷൻ കുറവായിരുന്നു. ഈ അഹങ്കാരം വെച്ചിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. കരണ് അഹങ്കാരം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്നതാ ബീവറേജിന്റെ ക്യൂ നിന്നപ്പം എല്ലാരും വിളിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ ഫ്രീ ആയിട്ട് ഞാൻ ഇതുവരെ ക്യൂ നിന്നിട്ടില്ല, സത്യം പറയാലോ. ഞാൻ അത്യാവശ്യം 1-2 ഒക്കെ അടിക്കും. പക്ഷെ ഞാൻ ക്യൂ നിൽക്കേണ്ട അവസരം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. കാര്യം ജോയിച്ചേട്ടൻ മേടിച്ചു തരും. പുള്ളി പ്രീമിയത്തിലാണ് ക്യൂ വയ്ക്കണ്ട. എലീന ഗേൾ ഫാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ചോദിക്കണം വിചാരിക്കായിരുന്നു. നാഷാട്ടിനോടും കരൺ ചേട്ടനോടും ചോദ്യം. എനിക്ക് ഗേൾ ഫാൻസ് കുടുംബ പ്രേക്ഷകരായിരുന്നു. കുടുംബ പ്രേക്ഷകർക്കുള്ള ആളല്ല. അല്ല, എന്റെ ചോദ്യം എന്ന് വെച്ചാല് നിങ്ങക്ക് ആ സമയത്ത് എന്തായാലും ഒരുപാട് ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതില് കിട്ടിയ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു പ്രണയലേഖനം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ? മെയിനായിട്ട് ചാനലിലേക്കാണ് ഈ കത്തുകൾ വരുന്നത്. ഈ കത്തുകൾ കിട്ടുന്നത് അവിടുത്തെ പ്രൊഡക്ഷൻ ബോയ്സിലായിരിക്കും. അവരാണ് മറുപടി അയക്കുന്നത്. ആക്ച്വൽ ഫാക്ട് പറയാം, ജോയിച്ചേട്ടൻ പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇതെല്ലാം പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പയ്യന്മാരോട് പറയാം ഇന്ന കൈൻഡ് ഓഫ് കോളേഴ്സിനെ കണക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ അവർ ആ കോളേഴ്സിനെ സ്കാൻ ചെയ്ത് ഇവർ ഒരു 500 കോളർ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5-6 പേര് കാണും. ഒറ്റ ലൈനിൽ നിന്ന് ഒരു 10 കണക്ഷൻ കാണും. അവർ ചെക്ക് ചെയ്ത് എടുക്കുന്ന കോളുകൾ അവർ കണക്ട് ചെയ്യും. അവർക്ക് ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഈ പ്രേമലേഖനങ്ങളോ എന്തെങ്കിലും കോളുകളോ ഒക്കെ കിട്ടുന്ന അവർക്കാണ്. ഞങ്ങളിലേക്ക് ഇത് എത്തുന്നേ ഇല്ല. എന്തോ പറയണ്ട മുഖം രാശാണ് ഇതിലെ നൊട്ടോറിയസ്. ചുമ്മാ ഈ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ വെറുതെ പറഞ്ഞു എന്നെ നൊട്ടോറിയസ് ആക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മോളെ, ഈ പണ്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം മുതൽ തന്നെ ഈ ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലോട്ടൊന്നും വലിയ ഞാൻ ഹമ്പിൾ ആണ്. ഇവന്മാര് സമ്മതിക്കാറില്ല. അപ്പം എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്ന പീപ്പിൾ നോട്ടീസ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതിന്റെ പേർക്സ് തന്നെയാണ് പല സ്ഥലത്തും കിട്ടിയിട്ടുള്ളത്. ഈ ബിവറേജസിൽ പോകുന്ന കാര്യം മാത്രം നമ്മളൊരു മൂവിക്ക് പോകുമ്പോൾ വീണ്ടും പിടിക്കാതെ സത്യം ഇനി പറയണ. ഓക്കെ, അപ്പൊ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ പല പ്രിവിലേജസ് അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി വരാറുണ്ട്. അപ്പൊ അതിനെ നന്നായിട്ട് നോക്കാറേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ മറക്കാൻ മറക്കാൻ പറ്റാത്ത എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരൊക്കെ നമ്മളിങ്ങനെ കാണാൻ വരാറുണ്ട്. വെരി ഫണി ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അൺഫോർച്ചുനേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു ഇൻഫാക്ച്വേഷൻ ആയിരുന്നു ആ സമയത്ത്. ആ കുട്ടിക്ക് തോന്നിയ ഒരു ഇൻഫാക്ച്വേഷൻ തന്നെയാണ് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നി വെച്ച് സ്ഥിരം ചാനലിലേക്ക് ലെറ്റർ അയക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഷോയിലേക്ക് ലെറ്റർ അയക്കുമായിരുന്നു. അപ്പം ഏതോ ഒരു വിഷുവിൻ്റെ അന്ന് ഓണത്തിൻ്റെ അങ്ങനെ റെഡ് കളർ ഇങ്കിൽ ലെറ്റർ വന്നിരിക്കുന്നു. റെഡ് കളർ ഇങ്ക്. സോ ഇറ്റ് ഡിൻറ്റ് സീം ടു ബി ഓക്കെ. കാണാൻ എന്തോ ഒരു ഇതുപോലെ വന്നപ്പം അതിൻ്റെ കൂടെ ചെറിയൊരു നോട്ടും ഉണ്ട്. ഇത് ഇങ്ങനെ എഴുതിയതാണ്. റെഡ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും. എന്നിട്ട് ഞാൻ പറയട്ടെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞില്ല. അതിനുശേഷം ഒരു ആഴ്ചയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം പുള്ളിയുടെ പാരൻസ് ഉൾപ്പെടെ ബ്രദർ ഉൾപ്പെടെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പം റിസപ്ഷനിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഷോ കണ്ടിട്ട് നാഷണൽ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഫാമിലിയോടെ വന്നിട്ട്. ഞാൻ വെച്ച് ദൈവം പെട്ട് ഞാൻ വെച്ച് ദൈവം ഇത് പരിപാടി ബാക്ക് സൈഡ് കൂടെ ഓടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പുള്ളിക്കാരത്തി. ഷീ ഡിഡ് സംതിങ് വെരി ബാഡ് ആൻഡ് ഷീ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഓൾ ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി. സോ അങ്ങനെ ഒരു വിഷമം കൊണ്ട് ഓർത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ നൗ ഷീസ് ഓൾ ഗുഡ്, കുഴപ്പമൊന്നുമില്ല. ആ പ്രായത്തിൽ തോന്നിയതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ക്യാമറ കട്ട് എന്ന് പറയുന്നത് നമ്മൾ വേറെ ആൾക്കാരാണെന്നും ഈ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ടി വി കാണുന്ന സാധനമാണെന്നും. സത്യമല്ലേ? അതാണ് പറഞ്ഞത്. ക്യാമറ കട്ട് ചെയ്തത് നമ്മൾ വേറെ ആണല്ലോ. ഈ ലൈവ് ഷോയെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് എനിക്ക് ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം പറയാം. കീർത്തിചക്ര, എനിക്ക് തോന്നുന്നു ശ്വേത അഭിനയിച്ചിട്ടുണ്ടോ? കീർത്തിചക്രയുടെ ആഘോഷം ട്രിവാൻഡ്രം സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ്. ലാലേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ കൈലാഷ് ഖേർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഗായകൻ പാടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ, ഞാനാണ് എൻ്റെ ഹോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച വീട്ടിലേക്ക് ലാലേട്ടൻ അദ്ദേഹത്തോട് പാടാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം
ഭയങ്കര അദ്ദേഹം പറഞ്ഞു ഓക്കെ ഐ ക്യാൻ സിങ് എന്ന് പറഞ്ഞ് ക്യാൻ യു സീ ഷോ ലിറിക്സ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ നിൽപ്പുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പാട്ട് തുടങ്ങി, മറ്റേ ഹുദാസേ മന്നത്ത് തുടങ്ങി. അപ്പൊ ഇതിന്റെ ലിറിക്സ് ചോദിച്ചിരിക്കുകയാണ് പുള്ളി. തൊട്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി അപ്പം തന്നെ ലിറിക്സ് എഴുതി കൊണ്ടു കൊടുത്തു. മലയാളത്തിലാണ് ഈ പുള്ളി ഇത് വിളിച്ചിട്ട് ഹുദാസേ മന്നത്ത് എന്ത് വായിക്കും, മലയാളത്തിലാണ് ഹിന്ദിക്കാരന് കൊടുത്തേക്കുന്നത്. ആ സിനിമയുടെ പേര് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിന്റെ പേര് പറയുന്നില്ല. സിനിമയുടെ പ്രൊഡ്യൂസർ അല്ല, സിനിമയുടെ പ്രൊഡ്യൂസർ അല്ല, പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ.